കംബാക്ക് ആയിരിക്കും ഉറപ്പായിട്ട്. ജനഗണമനയുടെ ഡയറക്ടറാണ്. നമ്മൾ വിചാരിച്ച കണക്കല്ല, ഭീകരമായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്ന സിനിമയാണ്. പൊളിറ്റിക്കൽ സെറ്റ് വ്യത്യസ്തമായ കണ്ടന്റ് കൈകാര്യം ചെയ്തു. ഇത്തിരി മെച്ചുറായിട്ടുള്ള കണ്ടന്റ് കൈകാര്യം ചെയ്തു. ഫസ്റ്റ് ഹാഫ് കിടിലം പടം. നമ്മൾ വിചാരിച്ച കണക്കല്ല, ഭീകരമായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്ന സിനിമയാണ്. കോമഡി പ്ലസ് നല്ല രീതിയിൽ പൊളിറ്റിക്സ് പറയുന്നുണ്ട്. പടം തിയേറ്റർ ഫസ്റ്റ് ഹാഫ് ഹെവിയാണ്. പടം കണക്കന്നെ സെക്കൻഡ് ഹാഫും പോയാൽ ഹെവി ആയിട്ട് വർക്കൗട്ട്. പെർഫോമൻസ് എങ്ങനെയുണ്ട്? നിവിൻ പോളി കിട്ടില്ല. കോമഡി എന്ന് പറഞ്ഞാൽ കോമഡി ടൈമിങ്ങും എല്ലാം സൂപ്പറാണ്. കോമഡി ആദ്യമേ കോമഡി, പിന്നെ രാഷ്ട്രീയം പൊളിറ്റിക്സ് എല്ലാം പറയുന്നുണ്ട്. കൊള്ളായിരുന്നു. ഫുൾ കോമഡിയാണ്. എല്ലാ ഡയലോഗ്സും അടിപൊളിയാണ്. ഓക്കെ, നിവിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പഴയൊരു നിവിൻ പോളി വൈബ് അടിച്ചോ? കോമഡിയാണ്. പിന്നെ ഇപ്പോഴത്തെ പൊളിറ്റിക്സിനൊക്കെ പറ്റിയില്ല. സീരിയസ് എപ്പോഴത്തെ മതവും രാഷ്ട്രീയമൊക്കെ പറയുന്ന ഒരു സിനിമ. ഞാനും കൊള്ളാം, അടിപൊളി. എല്ലാ സ്റ്റോറിയും പിന്നെ കോമഡി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. ബാക്ക് എന്ന് പറയാൻ സെക്കൻഡ് ഹാഫും കൂടെ കണ്ടാൽ പറയാം. അല്ല, സീരിയസാ പടം, സീരിയസാണ്. ഇംപ്രഷൻ കൊള്ളാം. നോർമൽ ഒരു മൂവിയാണ്. പിന്നെ പൊളിറ്റിക്സ് ആണ് കൂടുതലും റിലേറ്റഡ് ആയിട്ടുള്ളത്. ജനഗണമനയുടെ ഡയറക്ടറാണ്. സ്റ്റാഫ് കൊള്ളാം കണ്ടോണ്ടിരിക്കാൻ. നോർമലായിട്ട് സീരിയസ് സബ്ജക്റ്റ് ആണ്. അത് ഫണ്ടിലൂടെ അത് ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ട്.